ഞാനൊന്ന് ചോദിക്കട്ടെ? എൻഡിആറിന് എന്നോട് എന്തും ചോദിക്കാം, പണം ഒഴിച്ച്. ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങള് പഴയതാണെന്ന് നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കണേ? അതിന് പല ശാസ്ത്രീയ രീതികളുണ്ട്. പക്ഷെ എന്നെ പോലുള്ള എക്സ്പെർട്ടിലേക്ക് ലാബിന്റെയോ ഒരു പുണ്ണാക്കിന്റെയോ ആവശ്യമില്ല. ഒന്ന് മണത്തോ ഒന്ന് രുചിച്ചോ നോക്കിയാ മതി എത്ര ദിവസത്തെ പഴക്കമുണ്ടെന്ന് കൃത്യമായിട്ട് ഞാൻ പറയും. എന്റെ അമ്മോ, എന്തു പറ്റി? അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു സാറിന് മലവും മൂത്രവും പരിശോധിക്കുന്ന ജോലി കിട്ടാതിരുന്നത് ഭാഗ്യം. സാറ് കഴിക്കേ. അച്ഛനെന്നെ വിളിച്ചോ? 3 പ്രാവശ്യം വിളിച്ചു എന്നാ എന്റെ ഓർമ്മ. മോനത് കേട്ടില്ലേ? ആദ്യം വിളിച്ചപ്പോ ഞാൻ പുല്ലിന് പശു കൊടുക്കായിരുന്നു. അല്ല, പശുവിന് പുല്ല് കൊടുക്കായിരുന്നു. ഇവൻ ഭയങ്കര തമാശക്കാരനാ സാറേ. ഇപ്പൊ അടൂർ ഭാഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. ഏത് ഇയറാ? സെക്കൻഡ് ഇയർ അല്ലേ മോനെ? ഇന്നത്തെ ഹോട്ടലിലെ കണക്കിൽ 5 രൂപ 75 പൈസ കുറവുണ്ടല്ലോ. അത് ഞാൻ പല തെണ്ടികൾക്കായി ധർമ്മം കൊടുത്തച്ചാ. അതില് നീ എത്ര എടുത്തു? അയ്യേ, ബീഫ് ഇനി ഇല്ലേ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇനിയും തരാം. അതൊക്കെ പോട്ടെ, ബീഫ് എങ്ങനെയുണ്ട്? ഉഗ്രൻ പറഞ്ഞാ പോരാ, അത്യുഗ്രൻ. ഹോട്ടലിലെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇവനെടുത്ത് ഓടെ കളയും. ആളുകൾക്ക് കൊടുത്ത ഫുഡ് ഇൻസ്പെക്ടർ പിടിക്കും. വിദഗ്ധനായ ഒരു ഫുഡ് ഇൻസ്പെക്ടറാടാ പറയണത് 2 ആഴ്ച പഴക്കമുള്ള ബീഫ് ഉഗ്രനാണ്, അത്യുഗ്രനാണെന്ന്. ഇറച്ചി പഴകും തോറും രുചി കൂടുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായ? എന്റെ പൊന്നുമോൻ പോയിട്ട് ഒരു പ്ലേറ്റ് ബീഫും കൂടി എടുത്തിട്ട് വാ. എനിക്ക് വേണ്ട. 2 ആഴ്ചത്തെ പഴക്കം ഉണ്ടെന്ന് ഞാനൊരു തമാശക്ക് പറഞ്ഞതല്ലേ. ശരി, ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 36 ദിവസത്തെ പഴക്കേ ഇപ്പൊ ഇതിനുള്ളൂ. ഇനി ആ ഫുഡ് ഇൻസ്പെക്ടർ ആയുസിൽ ഇടയ്ക്കൊരു ശല്യം ഉണ്ടാക്കൂല. അയാളെ ഒതുക്കാനും ഞാനല്ലേ തല്ലുണ്ടത്.